പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ തിരുക്കുറൽ ഭാഷയിലെ വാഴ്ക്കൈ തുണൈ നലം അഥവാ ഭാര്യാധർമ്മം എന്ന അധ്യായത്തിലെ 4-ാമത് കുറലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പെണ്ണിൻ പെരുന്തക്ക യാവുള്ള കർപ്പനും തിന്മൈ ഉണ്ടാകപ്പെറിൻ. പെണ്ണിൻ പെരുന്തക്ക യാവുള്ള കർപ്പനും തിന്മൈ ഉണ്ടാകപ്പെറിൻ. ആദ്യമായി കുറലിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. കർപ്പനും തിന്മൈ, പാതിവ്രത്യം എന്ന ഇളകാത്ത ധർമ്മം, ഉണ്ടാകപ്പെറിൻ, ഉണ്ടായിരിക്കുന്നതാകയാൽ, പെണ്ണിൻ പെരുന്തക്ക, അങ്ങനെയുള്ള പെണ്ണിനേക്കാളും മൂല്യവത്തായ, യാവുള ഉണ്ടാകപ്പെറിൻ, യാതൊന്നാണ് ഉണ്ടാകുവാനുള്ളത്, അല്ലെ യാതൊന്നാണ് നേടുവാനായുള്ളത്. പാതിവ്രത്യം എന്ന അടിയുറച്ച ധർമ്മമുള്ള സഹധർമ്മിണിയെ കിട്ടിയാൽ അതിലും കൂടുതൽ മൂല്യവത്തായ മറ്റെന്താണ് നേടുവാനായുള്ളത് എന്നാണ് ഈ കുറലിൻ്റെ വാച്യാർത്ഥം. പാതിവ്രത്യം അല്ലെങ്കിൽ ചാരിത്ര ശുദ്ധി എന്ന് പറയുന്നത് ഒരു കുടുംബിനിക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും മഹത്തരമായ ഗുണമാണ്. ഈ ചാരിത്രം അല്ലെ ചാരിത്രം എന്ന് പറയുന്നത് കുടുംബം എന്ന ആ ഒരു വ്യവസ്ഥാപിത കൂട്ടായ്മയുടെ ഉദ്ദേശ്യം എന്താണ് എന്നും അതിൻ്റെ അർത്ഥം എന്താണ് എന്നും ആ ഒരു സങ്കല്പത്തെ അല്ലെ ആ ഒരു വിവക്ഷയെ എത്രമാത്രം പവിത്രതയോടുകൂടി കാത്തു രക്ഷിക്കണം, അല്ലെ അതിനെ ജീവിതത്തിൻ്റെ ഒരു ധർമ്മം എന്നുള്ള നിലയിൽ ഈ കുടുംബത്തെ ഉൾക്കൊള്ളുവാനും ആ കുടുംബ വിവക്ഷയെ പരിപാവനമായി കാത്തു സംരക്ഷിക്കാനും ഉള്ള അറിവ്, ആ അറിവ് പ്രയോഗതലത്തിൽ കൊണ്ടുവരുന്ന ഒരു സ്ത്രീയെയാണ് പതിവ്രത എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പതിവ്രത, പതി ഭർത്താവാണ്. പതിവ്രത എന്ന് പറയുമ്പോൾ ഈശ്വരന് തുല്യം ഭർത്താവിനെ പൂജിക്കണം, ആദരിക്കണമെന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് വ്യാഖ്യാതാക്കളൊക്കെ ഈ പാതിവ്രത്യം എന്നുള്ള ആ ഒരു വിവക്ഷയെപ്പറ്റി പഠിപ്പിച്ചു തരുന്നത്, വ്യാഖ്യാനിച്ചു തരുന്നത്. അതിന് സത്യവാൻ സാവിത്രിയുടെ കഥയും അതുപോലെ തന്നെ അത്രി മഹർഷിയുടെയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ആയിരുന്ന അനസൂയയുടെയൊക്കെ കഥകളാണ് പുരാണങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരം കഥകളൊക്കെ ശരിക്കും അന്യാപദേശാലങ്കാരത്തിൽ പൊതിഞ്ഞ ദൃഷ്ടാന്ത കഥകളാണ്. ആ കഥകളിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേ വാച്യാർത്ഥത്തിലല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭർത്താവിനെ ഈശ്വരന് തുല്യം കണക്കാക്കി പൂജിക്കുക, ആദരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കുടുംബം എന്ന ആ ഒരു വ്യവസ്ഥാപിത യൂണിറ്റിന് ഒരു നായകനുണ്ടായിരിക്കണം. ഏതൊരു സ്ഥാപനമായാലും അല്ലെ ഒരു സംഘടനയായാലും ഏതൊരു വ്യവസ്ഥാപിതമായ കൂട്ടായ്മയായാലും അതിന് ഒരു നേതൃത്വം വഹിക്കുവാൻ പ്രാപ്തിയുള്ള ഒരു പദവിയും ആ പദവി അലങ്കരിക്കാൻ യോഗ്യനായ ഒരു നേതാവും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ കുടുംബസങ്കല്പത്തെ അത്തരത്തിൽ സാമൂഹികമായ കൂട്ടായ്മകളുടെ എല്ലാം അടിസ്ഥാനപരമായ ഒരു യൂണിറ്റ് എന്ന തരത്തിൽ കാണുകയും ആ അടിസ്ഥാനപരമായ കുടുംബ യൂണിറ്റിനെ ശരിയായ രീതിയിൽ നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു നേതാവിനെ വിഭാവന ചെയ്ത് അത് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരികയും ചെയ്യണം. അതിനുവേണ്ടി ഭാരതീയ ഋഷീശ്വരന്മാർ പതിയെ അല്ലെങ്കിൽ ഭർത്താവിനെയാണ് ആ കുടുംബ സങ്കല്പത്തിൽ കുടുംബത്തിൻ്റെ നാഥനായി
കൽപ്പിച്ചിട്ടുള്ളത്. സൃഷ്ടിന്മുഖ സംഹാരാത്മകമായ ശൈവ തത്വപ്പൊരുളാണ് ഈ ലോകത്തിൽ വർത്തിക്കുന്നത് എന്ന സൈദ്ധാന്തികമായ നിലപാട് പുലർത്തിയിരുന്ന ആളായിരുന്നു ശ്രീനാരായണ ഗുരു. കുറൽകാരനും അതേ സൈദ്ധാന്തിക നിലപാടിനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് കുറലിൽ ഈ വാഴ്ക്കൈ തുണൈ നലമെന്ന അധ്യായം എഴുതി ചേർത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ കുടുംബനാഥയാണോ അതോ കുടുംബനാഥനാണോ പ്രാധാന്യം എന്ന ഒരു സംശയം സ്വാഭാവികമായി ഉണ്ടാകാവുന്നതാണ്. അപ്പോൾ അവിടെ ആ ഒരു സംശയത്തിന് യാതൊരു വിധമായ സംശയവും ഇല്ലാത്ത വിധം വ്യക്തമായ ഒരു ഉത്തരം നൽകുന്ന രീതിയിലാണ് ഈ അധ്യായത്തിൻ്റെ രചന നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ കുറലിൽ പറഞ്ഞിരിക്കുന്നത് പതിവ്രതയായ ഭാര്യയെ ലഭിക്കുന്ന ഒരാൾക്ക് അതിലും വലുതായി എന്താണ് നേടാനുള്ളത് എന്നാണ്. അപ്പോൾ അവിടെ ശരിക്കും നമ്മുടെ വ്യവസ്ഥാപിത വൈവാഹിക സമ്പ്രദായത്തിൽ സ്ത്രീധനമെന്നൊരു സമ്പ്രദായമുണ്ട്. സ്ത്രീയെ വിവാഹം ചെയ്തു കൊടുക്കുന്നതോടൊപ്പം തന്നെ അവൾക്ക് സമ്പത്ത് കൂടി നൽകുന്ന ഒരു സമ്പ്രദായം. അതിന് പല രീതിയാണ് ഭാരതത്തിൽ നിലനിന്ന് പോന്നിരുന്നത്. പഴയ കാലത്തൊക്കെ രാജാക്കന്മാർ സ്വയംവരം എന്ന് പറയുന്ന ഒരു രീതിയാണ് വിവാഹത്തിന് കൽപ്പിച്ചിരുന്ന ഒരു വിഭാഗം ആൾക്കാർ. അപ്പോൾ അവിടെ സ്ത്രീക്ക് ഇഷ്ടമുള്ള വരനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അങ്ങനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ രാജാവ് ധനവും അധികാരവും പദവിയുമൊക്കെ നൽകിയാണ് സ്വന്തം മകളെ വരൻ്റെ കയ്യിലേക്ക് ഭാര്യയായി ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ആ ഒരു സമ്പ്രദായം മാറി മാറി വന്ന് വിവാഹത്തിന് മുമ്പ് ഭർത്താവിൻ്റെ കുടുംബക്കാർ ഭാര്യയുടെ കുടുംബക്കാരുമായി സ്ത്രീധനത്തെപ്പറ്റി പേശി അവരൊരു കരാറിലെത്തി. അങ്ങനെ സ്ത്രീധനം നൽകുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് ഇന്ന് ആ ഒരു വ്യവസ്ഥാപിത രീതി മാറിയിട്ടുണ്ട്. പക്ഷേ ഈ സ്ത്രീ അവളോടൊപ്പം കൊണ്ടുവരുന്ന ധനം, അത് ഭൗതികമായ ധനം എത്ര വലുതായാലും അതിനൊന്നും വലിയ മൂല്യമില്ല. സ്ത്രീക്ക് വേണ്ടത് പാതിവ്രത്യമാണ് എന്ന് പറഞ്ഞാൽ അവൾ വിവാഹം കഴിച്ച് ആ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഭർത്താവിനെ നേതൃസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ആ ഭർത്താവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്കും അതുപോലെ ഭർത്താവിൻ്റെ ചിന്താഗതികൾക്കും അനുസൃതമായി നയിക്കുവാൻ പ്രാപ്തിയുള്ള ഒരു ഭർത്താവിനെയാണ് അവൾക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ കുടുംബസങ്കല്പം കൊണ്ടുള്ള ലക്ഷ്യം സഫലീകരിക്കപ്പെടാൻ സാധിക്കൂ. അവിടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ഇഴബന്ധമായി ധനം നിന്നാൽ അത് ആ കുടുംബ സങ്കല്പത്തിൻ്റെ പവിത്രതയെ ഇല്ലാതാക്കി കളയും. പണമല്ല അവിടെ ആവശ്യം. യഥാർത്ഥത്തിൽ ഈ സങ്കല്പം കൊണ്ടല്ലേ, ഈ ഒരു വ്യവസ്ഥാപിത സംജ്ഞ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഭാര്യ ആരാണ്, ഭർത്താവ് ആരാണ്? അത് ഒരാളുടെ ആജ്ഞാനുവർത്തിയായി നിൽക്കാൻ, ഭർത്താവിൻ്റെ ആജ്ഞാനുവർത്തിയായി ഭാര്യ വർത്തിക്കണം എന്നുള്ള സങ്കല്പമല്ല. അത് ആ ഒരു സങ്കല്പത്തെ വിഭാവന ചെയ്ത ഋഷീശ്വരന്മാരുടെ മനസ്സിലുണ്ടായിരുന്നു. പരസ്പരം അനുപൂരക ശക്തികളായി ഭാര്യയും ഭർത്താവും നിന്നാൽ മാത്രമേ കുടുംബം അതിൻ്റെ ലക്ഷ്യസാധൂകരണത്തിലേക്ക് ഉയരുകയുള്ളൂ എന്നാണ് അവർ അർത്ഥമാക്കിയിരുന്നത്. അതേ അർത്ഥത്തെ അടിവരയിട്ട് സമർത്ഥിക്കുന്ന ഒരു കുറലാണിത്. അപ്പോൾ ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ ഈ കുറലിനെ ഭാഷാന്തരം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ചാരിത്രശുദ്ധിയാകുന്ന ഗുണത്തോടൊത്തുചേർന്നീടിൽ ഗൃഹനായികയേക്കാളും വലുതെന്തു ലഭിച്ചിടാൻ എന്നാണ്. ചാരിത്രശുദ്ധിയാകുന്ന ഗുണത്തോടൊത്തുചേർന്നീടിൽ ഗൃഹനായികയേക്കാളും വലുതെന്തു ലഭിച്ചിടാൻ. അപ്പോൾ അവിടെ ഗൃഹനായിക എന്നാണ് പേര് തന്നെ കൊടുത്തിരിക്കുന്നത്, ഗൃഹത്തിൻ്റെ നായിക. അപ്പോൾ അവിടെ ഭർത്താവാണോ നായകൻ, ഭാര്യയാണോ നായിക എന്നുള്ള ആ ഒരു സംശയത്തിൻ്റെ ഉത്തരം കൂടിയാണ്. ഗൃഹനായികയാണ് ഭാര്യ. അപ്പോൾ ആ ഗൃഹനായിക
ഭർത്താവിനെ പൂജിക്കണമെന്ന് പറഞ്ഞാൽ ഭർത്താവിനെ ഗൃഹനായകനായി അംഗീകരിച്ചുകൊണ്ട് തന്നെ ഗൃഹനായകത്വം വഹിക്കുന്ന പ്രാപ്തിയുള്ള ഒരു കുടുംബിനിയായി അവൾ മാറണം എന്നാണ്. അങ്ങനെയുള്ള ഒരു കുടുംബിനിയായി മാറാൻ ശേഷിയുള്ള ഒരു സഹധർമ്മിണിയെ കിട്ടിയാൽ അതിനപ്പുറം മറ്റെന്താണ് വേണ്ടത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്, ഈ കുറലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.